ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളികൾക്ക് സുരക്ഷ നൽകണമെന്ന കോടതി ഉത്തരവിന് പുല്ലുവില. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന കോടതി നിർദ്ദേശവും നടപ്പിലായില്ല. മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയെന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധന വൈകുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. കെ വി ബൈജു ചേരുന്നു. ബൈജു, തുടക്കം മുതൽ ധർമ്മസ്ഥല വിവാദത്തിൽ അതിൻ്റെ ഒരു വലിയ ഭീകരാവസ്ഥ പ്രേക്ഷകരിൽ എത്തിച്ചവരാണ് നമ്മൾ. പക്ഷേ ഇപ്പോഴേക്ക് വരുമ്പോൾ ഒരു അന്വേഷണ സംവിധാനങ്ങൾ, കോടതിയുടെ ഇടപെടൽ പോലും ഉണ്ടായിട്ടും അത് ആ രീതിയിൽ പോലീസിൻ്റെ സഹായം ഉണ്ടാവുന്നില്ല എന്നതാണ്. 164 സ്റ്റേറ്റ്മെൻറ്റ് ഈ ശുചീകരണ തൊഴിലാളി കോടതിക്ക് നൽകിയതാണ്. നിയമപരമായി വലിയ വാലിഡായ കാര്യമാണ്. പക്ഷേ കോടതിയുടെ നിർദ്ദേശം പോലും പോലീസ് നടപ്പിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് രാഷ്ട്രീയ ഇടപെടൽ, എന്ത് സമ്മർദ്ദമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നത്? ബൈജു. ടി ജി സൈത്തെ, അതുതന്നെയാണ് ഏറ്റവും വലിയ സംശയമായി ഉയരുന്നത് ഈ ഘട്ടത്തിലും. എന്തായാലും ഈ മണ്ണിൽ മൂടി കിടക്കുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതെല്ലാം പുറത്തറിയണമെങ്കിൽ ഈ ശുചീകരണ തൊഴിലാളി സുരക്ഷിതനായിരിക്കണം. ഏക സാക്ഷിയാണ് ഈ കേസിലെ ശുചീകരണ തൊഴിലാളി. അദ്ദേഹത്തിന് പോലീസ് സുരക്ഷ വേണം. താൻ വിവരങ്ങളെല്ലാം കൈമാറാമെന്ന ഉറപ്പിന്മേലാണ് കോടതിയിൽ ഇത്തരത്തിൽ ഒരു രഹസ്യമൊഴി നൽകുന്നതും പിന്നീട് കോടതി പോലീസിനോട് ഇദ്ദേഹത്തിന് ഈ സുരക്ഷ നൽകണമെന്ന ഒരു നിർദ്ദേശവും നൽകുന്നത്. പക്ഷേ ഈ സമയം വരെ ശുചീകരണ തൊഴിലാളിക്ക് പോലീസ് സുരക്ഷ നൽകാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഇതിൽ പോലീസ് പറയുന്നത് ഇയാളെ ഏതെങ്കിലും തരത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല, സാക്ഷിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാണ് പോലീസ് ഒരു വിചിത്രവാദം ഉന്നയിക്കുന്നത്. കഴിഞ്ഞത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഈ സംഭവ സ്ഥലത്ത് തെളിവെടുപ്പ് നടക്കുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ശുചീകരണ തൊഴിലാളി അവിടെ എത്തിയിരുന്നു, അഭിഭാഷകർക്കൊപ്പം എത്തിയിരുന്നു. പക്ഷേ പോലീസ് അപ്പോഴും 1 മണിക്കൂർ കഴിഞ്ഞിട്ടും എത്താത്തതിനെ തുടർന്ന് അവർ തിരിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോഴും അവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കർണാടക ഉദ്യോഗസ്ഥരൊക്കെ ആ സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഇവർ പറയുന്നത് സാക്ഷിയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നൊരു വിചിത്രവാദമാണ്. എന്തായാലും ഈ കേസിൽ താൻ കൊല്ലപ്പെട്ടേക്കാം അല്ലെങ്കിൽ താൻ അപായപ്പെട്ടേക്കാമെന്ന് നേരത്തെ തന്നെ ഈ ശുചീകരണ തൊഴിലാളി പറയുന്നുണ്ട്. അതുകൊണ്ട് തനിക്ക് സുരക്ഷ നൽകണം, ഈ സത്യങ്ങളെല്ലാം പുറത്തു വരണമെന്നാണ് ഇയാൾ ഈ പരാതിയിൽ പറഞ്ഞതും അതുപോലെ തന്നെ രഹസ്യമൊഴിയായി നൽകുന്നത്. കൃത്യമായ ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത് അതൊക്കെ ഇയാൾ മൊഴിയായി കോടതിയിൽ നൽകിയിട്ടുണ്ട്. കോടതി ഇത് വളരെ ഗൗരവമായി പരിഗണിച്ചാണ് വിശദമായ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞത്. ആ അന്വേഷണത്തിനും വളരെ മെല്ലെപ്പോക്ക് തുടരുന്നു. എന്തായാലും പോലീസ് പറയുന്നത് ഈ പ്രദേശം കുഴിച്ചുള്ള പരിശോധന ഉടൻ ഉണ്ടാകും, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതാണ്. ഏത് ഘട്ടത്തിലാണോ ആവശ്യമുള്ളത് ആ ഘട്ടത്തിൽ നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ അനന്യ ഭട്ട് 2003 കൊല്ലപ്പെട്ട MBBS കാണാതായ MBBS വിദ്യാർത്ഥി അനന്യ ഭട്ടിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ മാതാവ് പരാതി നൽകിയിട്ടുണ്ട്. ഇവർ പ്രധാനമായും പറയുന്നത് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ആ സ്ഥലത്ത് തന്റെ മകളുടെ മൃതദേഹം ഉണ്ടാകും, തങ്ങളുടെ മകളുടെ മൃതദേഹം തനിക്ക് ഈ അന്ത്യകർമ്മം ചെയ്യാനായി അസ്ഥിയെങ്കിലും എടുത്തു തരൂ എന്നാണ് ആ പരാതിയിൽ പോലും ആ അമ്മ പറയുന്നത്. 23 വർഷത്തിന് ശേഷം പോലീസ് പരാതി സ്വീകരിക്കാൻ തയ്യാറായി, പക്ഷെ ആ അന്വേഷണവും മുന്നോട്ട് പോകാത്ത സാഹചര്യം. എന്തായാലും ഇതിലൊരു വലിയ ദുരൂഹത ഇപ്പോഴും തുടരുന്നുണ്ട്. എന്താണ് ഈ കേസിന്റെ ഭാവി എന്ന കാര്യത്തിൽ അത് ഈ ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ട്. പോലീസ് നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാവുമെന്ന് പറയുമ്പോഴും പല കോണുകളിൽ നിന്നും ഇത്തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാകുമ്പോഴും ഇതിലൊരു കൃത്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുള്ള ഒരു അന്വേഷണം ഇപ്പോഴും കാണാൻ സാധിക്കുന്നില്ല. സൈറ്റ് എന്തായാലും ആ മേഖലകളൊക്കെ സഞ്ചരിച്ച ഒരാളെന്ന നിലയിൽ അവരുടെ അമ്മമാരുടെ ഒക്കെ കണ്ണുനീർ, അതിനൊക്കെ ഒരു ഫലം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചത്. ഈ പ്രദേശം പരിശോധന നടത്തുന്നതോടെ ഒരുപാട് രഹസ്യങ്ങൾ പുറത്തു വരും. അതിനായാണ് ആക്ഷൻ കമ്മിറ്റിയും കാത്തിരുന്നത്. പക്ഷെ പോലീസ് ഇന്നലെ ആ നടപടിക്ക് കടന്നില്ല. ഇനി എപ്പോൾ ഈ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അത് സംബന്ധിച്ച് വിശദീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പോലീസ് വ്യക്തമാക്കുന്ന ഏക കാര്യം ഈ മണ്ണ് വെച്ചുള്ള പരിശോധന, മണ്ണെടുത്തുള്ള പരിശോധന, അതിനുള്ള നടപടിക്രമങ്ങൾ തുടരുകയാണ് എന്നൊരു വിശദീകരണം മാത്രമാണ് പോലീസ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ കേസിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ വീണ്ടും ഈ ഇത്തരത്തിലുള്ള ആക്ഷൻ കമ്മിറ്റിയും അതുപോലെ തന്നെ ഈ ഇരകളും. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ മക്കൾ നഷ്ടപ്പെട്ടവരായ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിൽ വലിയൊരു കോടതി ലക്ഷ്യ സംഭവം നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ സജിത്ത് സൂചിപ്പിച്ച ശുചീകരണ തൊഴിലാളിക്ക് സുരക്ഷ നൽകാത്ത സംബന്ധിച്ചാണ് ഗുരുതരമായ വീഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കേസിൽ ഒരു തെളിവ് പോലും ബാക്കിയില്ലാത്തൊരു സാഹചര്യമുണ്ട്. ഇയാളിപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റിയുടെയും അഭിഭാഷകരുടെയും സംരക്ഷണയിലാണ് ഇപ്പോഴും ഇയാൾ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഈ സ്ഥലത്ത് ഇദ്ദേഹം എത്തിയിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹത്തെ കാണാനില്ല അല്ലെങ്കിൽ ഇയാളുമായി ഏതെങ്കിലും തരത്തിൽ ആശയവിനിമയം
നടത്താൻ കഴിയില്ല എന്ന് പോലീസ് പറയുന്നു. എന്നാലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി പറഞ്ഞത്. എന്നാലും വളരെ വേഗം തന്നെ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പൂർത്തിയാക്കി ഈ പ്രാഥമികമായി ചെയ്യേണ്ടത് ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങൾ പരിശോധന നടത്തി അവിടെ എത്ര മൃതദേഹങ്ങളുണ്ട് ഇതിന്റെ ഒരു സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിന് പിന്നിൽ ആരൊക്കെയാണ് ആ കാര്യങ്ങളൊക്കെ കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴി പ്രകാരമുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കാണ് കടക്കേണ്ടത്. അതിനിടയിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിലും ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും കോടതിയെ വീണ്ടും സമീപിക്കാൻ ഒരുങ്ങുകയാണ് ആക്ഷൻ കമ്മിറ്റിയും അതുപോലെ തന്നെ ഇരകളും. യെസ്, അതാണ് ബൈജു സൂചിപ്പിച്ചതുപോലെ മണ്ണ് മൂടിക്കിടക്കുന്ന ഈ രഹസ്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത് പുറത്തു വരുന്നതിനോടൊപ്പം നിയമ സംവിധാനങ്ങളുടെ പിന്തുണ വേണം. എന്തായാലും ഞങ്ങളും ഈ മാധ്യമ ദൗത്യം തുടരും. ധർമ്മസ്ഥലയിലെ ഈ വിവാദ ഇടത്തെ തുറന്നു പരിശോധന, ആ സത്യങ്ങൾ പുറത്തു വരണം. നിരവധി അമ്മമാരുടെ കണ്ണീരുണ്ട്, കാണാതായ നിരവധി കുടുംബങ്ങളുടെ വേദനയുണ്ട്. അങ്ങനെ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാവണം, കൃത്യതയുണ്ടാവണം. സർക്കാർ സംവിധാനങ്ങൾ, കോടതി മാത്രമായിരുന്നു ആശ്രയം. ആ കോടതി നൽകിയ നിർദ്ദേശം പോലും നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്താണ് കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നടക്കുന്നത്? സർക്കാരിനും ഇക്കാര്യത്തിൽ വിശദീകരണങ്ങളും ഉണ്ടാവണം. പോലീസ് സംവിധാനങ്ങളും ഇവർക്കൊപ്പം നിൽക്കുന്നു എന്നതാണ് സാഹചര്യം.